പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കുന്നംകുളത്ത് ഗതാഗത നിയന്ത്രണം തൃശൂരിൽ നിന്ന് ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, ആളൂർ വഴി പോകണം. തിരികെ തൃശൂരിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പഞ്ചാരമുക്ക്, മാമ ബസാർ വഴി പോകേണ്ടതാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഇന്ന് തൃശൂരിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് എത്തുക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥമാണ് അദ്ദേഹം കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. വി വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? എങ്ങനെയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുക? ഈ വർഷം ആരംഭിച്ച ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. 2 പരിപാടികൾ, തൃശൂരും രണ്ടാമത്തെ പരിപാടി ഉച്ചതിരിഞ്ഞ് 1:30 മണിയോടുകൂടിയായിരിക്കും തിരുവനന്തപുരത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജാണ് ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിന്റെ വേദി. അത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ്. കാട്ടാക്കട പാർലമെന്റ് മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് കാട്ടാക്കട നിയോജക മണ്ഡലം ഉൾപ്പെടുന്നത്. 2 പാർലമെന്റ് മണ്ഡലങ്ങളുടെയും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ വി മുരളീധരനും ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, നേരത്തെയൊക്കെയും പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങൾ നടന്നിരുന്നത് നഗര കേന്ദ്രീകൃതമായ മേഖലകളിലായിരുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയം പോലുള്ള ഇടങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടികൾ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉൾപ്പെടെ കേൾക്കുന്നതിന് അവസരമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ശ്രദ്ധേയമാണ് BJPയുടെ നീക്കം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പരിപാടി അത് ആറ്റിങ്ങൽ ടൗൺ കേന്ദ്രീകരിക്കാതെ റൂറൽ മേഖലയിലേക്ക് എത്തുന്നു. അതായത് സാധാരണക്കാരായ മലയോര മേഖലകളിലെ ജനങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, കർഷക തൊഴിലാളികൾ, അങ്ങനെയുള്ള സാധാരണക്കാരായ അനവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് വോട്ടർമാർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ് BJP ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്ന്, ആര്യ ചോദിച്ചതുപോലെ പ്രധാനമന്ത്രി ഉന്നയിക്കാനിടയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയാൻ ഇടയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നത്. അതിൽ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ തുടരുന്നതും അതോടൊപ്പം തന്നെ പുതിയ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനമായിരുന്നു. മറ്റൊന്ന്, ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം, അത് നമുക്കറിയാം. മലയോര മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ വന്യമൃഗശല്യം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അതിന് പരിഹാരം കാണുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അഴിമതി കാര്യങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് പോളിംഗിന് അവശേഷിക്കുന്നത്. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇനി മറ്റൊരു വരവ് കേരളത്തിലേക്ക് ഉണ്ടാകാൻ ഇടയില്ല. ഏതായിരുന്നാലും ആ വരവിൽ അദ്ദേഹം കൃത്യമായി തന്നെ വളരെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകും. വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. ഒരുപക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് തീർത്തും രാഷ്ട്രീയക്കാരനായ ഒരു നരേന്ദ്രമോദിയായിരിക്കും. അദ്ദേഹം നേർക്കുനേർ തന്നെ, അതായത് തുറന്ന വാക്കുകൾ, തുറന്ന പോരാട്ടം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തും. അങ്ങനെയുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, വിനോദം, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ വേദിയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി ശോഭന കൂടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും, അല്ലേ? തീർച്ചയായും. നേരത്തെ തൃശ്ശൂരിൽ നാരീശക്തി പരിപാടിയുടെ ഭാഗമായി ശോഭന പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെയും ഉണ്ടായി. പക്ഷേ അവർ കൃത്യമായി അത് പങ്കെടുക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ശോഭന വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മാത്രവുമല്ല, BJP NDA കാൻഡിഡേറ്റ്, BJPയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കണം എന്നൊരാവശ്യം, സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, അത് തന്നെയാണ് ശോഭനയിൽ നിന്നുണ്ടായത്. കൃത്യമായി തന്നെ BJPക്ക് വേണ്ടി ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് ശോഭന ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ആവശ്യം. ഇന്ന് ഒരുപക്ഷെ ആ വേദിയിൽ അങ്ങനെയുള്ള 2 സ്ഥാനാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. വി മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും. ഇരുവർക്കും വേണ്ടിയുള്ള
പ്രവർത്തനം അതിൽ നടി ഇടപെടും എന്ന് തന്നെയാണ് കരുതുന്നത്. വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അടക്കമുള്ള നടപടികളും ശോഭനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന് പ്രചരണത്തിന്റെ അവസാന ഘട്ടം അത് പരമാവധി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനെ ഇഷ്ടമുള്ള മുഖങ്ങൾ, അവരെ കൊണ്ടുവന്ന് ജനങ്ങളുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കുക, BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുക, ആ നിലയിലുള്ള നീക്കം കൂടി പാർട്ടി നടത്തുന്നുണ്ട്. ഇനിയും പ്രധാനപ്പെട്ട ആളുകൾ എത്തുമെന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, നാഷണൽ മീഡിയയുടെ വലിയ സാന്നിധ്യം, പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ, നാഷണൽ മീഡിയയുടെ പ്രതിനിധികളെല്ലാം തന്നെ ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരത്തേക്ക് നിരവധി നാഷണൽ മീഡിയയുടെ പ്രതിനിധികൾ എത്തുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെയും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം മാറുകയാണ്. അതിൽ നിന്നൊക്കെയും ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്, NDA നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ ഭാഗം. ഇന്നത്തെ വേദി പോലും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാറശാല, നെയ്യാറ്റിൻകര, കോവളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടായിരുന്നു ശശി തരൂരിനെ പിന്തുണച്ചത്. അവിടെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിക്ക് ഉള്ള വലിയ സ്വാധീനം, തീരദേശത്തെ LC വോട്ടുകൾ, ഈ തീരദേശത്ത് വലിയ പ്രചരണവും പ്രവർത്തനവും ഇതിനകം തന്നെ BJP പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ വലിയ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസവും നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലായിരുന്നു റോഡ് ഷോ. അവിടെയുള്ള നാടാർ വോട്ടുകൾ അത് വലിയ തോതിൽ സമാഹരിക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്കുണ്ട്. അങ്ങനെ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് എന്ന വേദി വളരെ ശ്രദ്ധേയമായ ഒരു വേദിയായി കൂടി മാറുകയാണ്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതേ ദിവസം